നമസ്കാരം, ഞാൻ വിവേക് ബാലകൃഷ്ണൻ. കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ MP എ റഹീം ബംഗളൂരിലെ ഫക്കീർ കോളനി കർണാടക സർക്കാർ ഒഴിപ്പിച്ചതിന്റെ ഭാഗമായി അവിടെയുള്ള ജനങ്ങളെ കാണാൻ വേണ്ടി പോയിരുന്നു. അപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം പ്രതികരിച്ചത് ഇംഗ്ലീഷിലാണ്. ആ ഇംഗ്ലീഷ് ശരിയല്ല എന്ന് പറഞ്ഞ് റഹീമിനെ ഇപ്പോൾ ആളുകൾ അതിരൂക്ഷമായി ട്രോളിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് റഹീമിനെ ഫുൾ സപ്പോർട്ട് ചെയ്തിട്ടാണ്. റഹീം എന്ന വ്യക്തിയുടെ രാഷ്ട്രീയമായി എനിക്കൊരു ബന്ധവുമില്ല. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്ന ആളുമല്ല. എന്നിരുന്നാലും അദ്ദേഹം ഒരു കേരളത്തിനെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു MP ആണ്. അദ്ദേഹം ഇംഗ്ലീഷ് സംസാരിച്ചത് ശരിയായില്ല എന്നാണ് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇംഗ്ലീഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇംഗ്ലീഷ് ഗ്ലോബൽ ലാംഗ്വേജ് ആണ് എന്നാണ് പറയുന്നത്. ലോകത്തിന് എവിടെ പോയാലും നമുക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ കഴിയും എന്നൊക്കെയാണ് ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇതിൽ കൂടുതലായിട്ടും ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഭാഷ പഠിക്കുന്നത് ഒരു ബിസിനസ്സായി മാറിയിരിക്കുകയാണ്. ഒരു മനുഷ്യന്റെ സ്കില്ല് ചിലപ്പോൾ ഭാഷ സംസാരിക്കുന്നതായിരിക്കില്ല. പല രീതിയിലും ആളുകൾക്ക് സ്കില്ലുണ്ട്. ഈ സംസാരിക്കുന്നത് ഒരു സ്കില്ലാണ്. ചിലര് സംസാരിക്കാൻ കഴിയില്ല, മറ്റു ചില കാര്യങ്ങളിലായിരിക്കും അവർക്ക് സ്കില്ല് ഉണ്ടാവുക. അപ്പോൾ ഓരോ വ്യക്തിയുടെ സ്കില്ല് എന്താണെന്ന് നോക്കി അത് ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് ആ ഒരു വ്യക്തി വളരുന്നത്. അല്ലാതെ എല്ലാവരും ഭാഷ എല്ലാതും പഠിച്ച് നമ്മൾ സാധാരണക്കാർ പറയും എല്ലാം തികഞ്ഞ ആളുകളില്ല എന്ന് പറയുന്നതിന്റെ ബേസിക് എന്ന് പറയുന്നത് എല്ലാവർക്കും പഠിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ്. നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന EMS നമ്പൂതിരിപ്പാട്, അദ്ദേഹത്തിന് വിക്ക് ഉണ്ടായിരുന്നു. അദ്ദേഹം മനസ്സിൽ വിചാരിക്കുകയാണ് ഞാൻ മറ്റുള്ളവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് വിക്കുണ്ട്, അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നില്ല, ഞാൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നില്ല എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഒരുപാട് പാവപ്പെട്ട ആളുകൾക്ക് വീട് വെക്കാനും അല്ലെങ്കിൽ കൃഷി ചെയ്യാനൊന്നും സ്ഥലങ്ങൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ കേരളത്തിൽ വരുമായിരുന്നില്ല. അദ്ദേഹം പ്രസംഗിക്കുന്നത് വിക്കിക്കൊണ്ട് തന്നെയാണ്. അങ്ങനെ ഒരു ദിവസം അദ്ദേഹത്തിനോട് ഒരാൾ ചോദിച്ചു ഈ വിക്കല് എപ്പോഴും ഉണ്ടോന്ന്. അപ്പൊ അദ്ദേഹം പറഞ്ഞു അല്ല, എനിക്ക് സംസാരിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ എന്ന്. അപ്പൊ അത്രയും പോസിറ്റീവായിട്ട് തന്റെ ആ ഒരു നെഗറ്റീവ് എന്ന് പലരും പറയുന്ന കാര്യത്തിനെ അദ്ദേഹം പോസിറ്റീവായി എടുക്കുകയും അത് അദ്ദേഹത്തിന്റെ ഒരു ട്രേഡ് മാർക്കായി മാറുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഭാഷ നമ്മൾ എപ്പോഴും കമ്മ്യൂണിക്കേഷന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒന്നാണ് എന്ന് വിചാരിച്ച് ഈ പറയുന്ന ഭാഷ മാത്രമാണോ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്നത്? അല്ല. നമ്മളിപ്പോ ഒരു തീവണ്ടി പോകുമ്പോൾ ആരും ഇവിടെ നിന്ന് വിളിച്ചു പറയില്ല ആ തീവണ്ടി പൊക്കോളൂ എന്നല്ല പറയാ, ഒരു ചൊടി കാണിക്കുകയാണ് ചെയ്യുക. അതുപോലെ തന്നെ വിമാനം പറക്കുമ്പോൾ അത് ഇറങ്ങുമ്പോൾ ഇതൊന്നും ഭാഷയല്ല, പല സിഗ്നലുകളായിട്ടാണ്. ഇതൊക്കെ കമ്മ്യൂണിക്കേഷന്റെ ഭാഗമായി പെടുന്നതാണ്. അപ്പൊ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഭാഷയുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ആ രീതിയിൽ നമ്മൾ കാണാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. പിന്നെ അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രതിനിധിയാണ് എന്നൊക്കെ പറയുമ്പോൾ അയാൾക്ക് പല കഴിവുകളും മറ്റുള്ള പല കഴിവുകളും ഉണ്ടായിരിക്കും. ഇവിടെ റഹീമിനെ ആളുകൾ ട്രോളുന്നതിന്റെ പിന്നിൽ ഈ പറയുന്ന ഇത്രയും ഡീപ്പായിട്ട് കമ്മ്യൂണിക്കേഷനെ കുറിച്ച് അറിയുന്ന ആളുകൾ പോലും ട്രോളി പോകുന്നത് അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ നയമാണ്. അതായത് ഈ ലോകത്ത് എല്ലാം തികഞ്ഞവരായിട്ടുള്ളത് കമ്മികൾ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ മാത്രമേ ഉള്ളൂ എന്നും മറ്റുള്ള പാർട്ടിക്കാരും മുഴുവൻ മൊത്തം മോശമാണ് എന്നുള്ള റഹീമിന്റെ പല പ്രസ്താവനകളും നമ്മൾ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് റഹീമിനെ ഇപ്പൊ ആളുകൾ ട്രോളിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ റഹീം ഇപ്പൊ ഒരു ഇംഗ്ലീഷ് പറഞ്ഞു അല്ലെങ്കിൽ ഇംഗ്ലീഷ് പറഞ്ഞത് തെറ്റി എന്നൊക്കെ പറഞ്ഞ് ട്രോളുന്നത് ഒട്ടും തന്നെ സാംസ്കാരിക കേരളത്തിന് എന്താ പറയാ അപമാനമാണ് എന്നാണ് ഞാൻ പറയുകയുള്ളൂ. കാരണം ഇവിടെ മലയാളം തന്നെ ആളുകൾക്ക് ശരിക്കും അറിയുന്നില്ല. പല രീതിയിലും മലയാള ഭാഷയെ ഓരോ ദിവസം ചെല്ലും തോറും കൊല്ലാക്കൊല ചെയ്തിട്ടാണ് ഇവിടുത്തെ സാംസ്കാരിക നായകരാവട്ടെ രാഷ്ട്രീയക്കാരാവട്ടെ എല്ലാവരും ചെയ്യുന്നത്. എന്നാൽ ഈ രാഷ്ട്രീയക്കാർ പറയുന്ന ഈ ഭാഷാ പെശക് ഒന്നും തന്നെ ഈ പാർട്ടിയിലുള്ള പല ഭാഷാ പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ കമ എന്നൊരു അക്ഷരം പൊതുസമൂഹത്തിനോട് പറയുന്നില്ല, അവരെ തിരുത്തപ്പെടുന്നില്ല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മുടെ മാതൃഭാഷ മലയാളമാണ്. അപ്പൊ ആ മലയാളത്തിൽ സംസാരിച്ചാൽ തന്നെ അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ രാജ്യസഭയിലോ ലോകസഭയിലോ ഒക്കെ പോയിട്ട് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് എന്തിനാണ്? നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് നമ്മളെ പ്രസന്റ് ചെയ്യുന്ന 4-4.5 കോടി ജനങ്ങളാണ് മലയാളം പല ഭാഗങ്ങളിലായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ അവർക്ക് വേണ്ടി സംസാരിക്കണം, മലയാളം സംസാരിക്കണം. ഇവിടെ വൈവിധ്യമാണ് കേരളം. ഇന്ത്യ എന്ന് പറയുന്നത് വൈവിധ്യങ്ങൾ നിറഞ്ഞ ഒരു നാടാണ്, നാനാത്വത്തിൽ ഏകത്വമുള്ള നാടാണ്. ഇപ്പൊ ഈ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നുണ്ട്. നമ്മൾ ഈ ഗ്ലോബലൈസേഷനിൽ ഒരു ഭാഷ മാത്രമാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. അല്ല, ഇവിടെ മലയാളം ഉണ്ട് എന്ന് മറ്റുള്ള ആളുകളെ അറിയിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. നമ്മൾ അത് അറിയിക്കുമ്പോഴാണ് നമ്മുടെ വ്യത്യസ്തത ആളുകൾ മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മുടെ ഭാഷയെ നമ്മൾ സ്നേഹിക്കുകയും നമ്മുടെ ഭാഷയിൽ സംസാരിക്കുകയും ചെയ്യണം. മറ്റൊരു ഭാഷ നമ്മൾ സംസാരിക്കുമ്പോൾ
തെറ്റ് പറ്റുകയോ അല്ലെങ്കിൽ അതെന്ത് പറ്റാതിരിക്കുകയോ അത് നമ്മൾ ബോധേടാവേണ്ട കാര്യമേ അല്ല. കാരണം നമ്മുടെ ഭാഷ, നമ്മുടെ അമ്മ എന്ന് പറയുന്നത് മലയാളമാണ്. ആ മലയാളത്തിൽ നമ്മൾ നന്നായി സംസാരിക്കുക, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ വേണ്ടി മറ്റു ഭാഷക്കാർ ഏത് മാർഗമാണ് ഉപയോഗിക്കുന്നത് അത് അവർ ഉപയോഗിച്ച് അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മൾ പല കലാസൃഷ്ടികളും, നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളും, നമുക്ക് ഇഷ്ടപ്പെട്ട മറ്റ് പല സിനിമകളും ഒക്കെ തന്നെ മലയാളികൾ ചെയ്തതല്ല, എന്നിട്ടും നമ്മൾ അത് ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഭാഷ എന്നുള്ളത് ഒരു രീതിയിലും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നല്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്നത് ചൈനീസ് ഭാഷയാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ചൈനീസ് ഭാഷ നല്ലതാണ്, നമ്മൾ ഇനി ചൈനീസ് ഭാഷ പോയി പഠിക്കാൻ പറ്റൂ? അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒട്ടും തന്നെ നല്ല ഒരു കാഴ്ചപ്പാടല്ല എന്ന് തന്നെയാണ് പറയേണ്ടത്. ഇതുപോലെയൊക്കെ ട്രോളുകൾ വരുന്നത് പലരും പക വീട്ടലിന്റെ ഭാഗമായിട്ടാണ്. ഇപ്പൊ മലയാളത്തിൽ തന്നെ മുമ്പൊരിക്കൽ കോൺഗ്രസിന്റെ നേതാവായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നസ്രിയുടെ പേര് പറഞ്ഞതിൽ തെറ്റി. ആ ഒരു തെറ്റ് കാരണം അദ്ദേഹം അനുഭവിച്ച ട്രോള് കേരളത്തിലെ ഇന്ന് വരെ ഒരു രാഷ്ട്രീയക്കാരും അനുഭവിച്ചിട്ടുണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ അതിനൊക്കെ കമ്മ്യൂണിസ്റ്റുകാർക്ക് കിട്ടുന്ന ഒരു മറുപടി ആയിട്ട് ഇതിനെ കാണുക, അല്ലാതെ റഹീമിന്റെ ഇതൊരു പോരായ്മയാണെന്നോ റഹീം ഇനി നാളെ ഫ്ലുവന്റ് ആയിട്ട് ഇംഗ്ലീഷ് പഠിച്ച് സംസാരിക്കണമെന്നോ എനിക്ക് പറയാനുള്ള, അദ്ദേഹം അങ്ങനെ ചെയ്യരുത്. ഒരു കാരണവശാലും ഇംഗ്ലീഷ് ഫ്ലുവന്റായി പഠിക്കാൻ വേണ്ടി ശ്രമിക്കരുത്. കാരണം അതിനുള്ള സമയം നിങ്ങൾ ജനങ്ങൾക്കായി മാറ്റിവെക്കുക. നിങ്ങൾക്ക് നന്നായി മലയാളം സംസാരിക്കാൻ അറിയുന്നുണ്ട്, നിങ്ങൾക്ക് നന്നായിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്, നിങ്ങൾ ജനങ്ങളുമായിട്ട് നിരന്തരം കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന ആളാണ്. അപ്പോൾ പിന്നെ എന്തിനാണ് നിങ്ങളൊരു ഭാഷയുടെ പേരിൽ, എന്തിനാണ് അറിയുന്ന ഭാഷ സംസാരിച്ചാൽ പോരെ? ഇവിടെ പലരും മാധ്യമങ്ങൾക്ക് മുന്നിൽ അവരവരുടെ ഭാഷകൾ സംസാരിക്കണം, എങ്കിൽ മാത്രമാണ് ഇത് ഇങ്ങനെ ഒരു ഭാഷയുണ്ട് എന്നും ആ ഭാഷ മറ്റുള്ളവർക്ക് പഠിക്കാൻ തോന്നും എന്നുള്ളതും ഒരു വലിയ കാര്യമാണ്. അപ്പൊ അത്തരത്തിലേക്ക് മലയാളത്തിനെ ഉയർത്തുക, മലയാളത്തിന്റെ നന്മ മറ്റുള്ളവരേക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇംഗ്ലീഷ് എന്നൊരു ഭാഷ പഠിച്ചാൽ നല്ലത് എന്നുള്ളതിനപ്പുറത്തേക്ക് അത് പഠിച്ചാൽ മനുഷ്യരിലും വലിയൊരു മാറ്റം സംഭവിക്കും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. കാരണം നമ്മുടെ സ്കിൽ എന്താണ്, നമ്മുടെ ബേസിക് സ്കിൽ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഇപ്പൊ നന്നായി ചിത്രം വരയ്ക്കുന്ന ഒരാൾക്ക് നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റണമെന്നില്ല. അയാൾ ഇംഗ്ലീഷ് സംസാരിച്ചാൽ മാത്രമേ അയാൾക്ക് നന്നായി ചിത്രം വരയ്ക്കാൻ പറ്റൂ എന്ന് അയാൾ ചിന്തിക്കുന്നിടത്ത് അയാളുടെ കഴിവ് നഷ്ടപ്പെടും എന്നുള്ളതാണ്. അപ്പൊ റഹീമിനെ സംബന്ധിച്ചിടത്തോളം റഹീം രാഷ്ട്രീയക്കാരനാണ്. രാഷ്ട്രീയത്തിൽ ഭാഷയ്ക്ക് വലിയ പ്രാധാന്യമില്ല. രാഷ്ട്രീയത്തിൽ എന്നല്ല, കലയിലായിക്കോട്ടെ രാഷ്ട്രീയത്തിലായിക്കോട്ടെ മനുഷ്യ ജീവിതത്തിന്റെ ഏത് മേഖലകളിലായാലും ഭാഷയ്ക്ക് വളരെ ചെറിയ പ്രാധാന്യം മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ള വളരെ പ്രാധാന്യം കുറഞ്ഞ ഒരു കാര്യത്തെ കുറിച്ച് ഇത്രയും ഏറെ അദ്ദേഹത്തിനെ ഇത്രയും ട്രോളുന്നത് ഒട്ടും തന്നെ ശരിയല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.